അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് തികച്ചും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങളുടെ നാടിന്റെ നിങ്ങളുടെ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു മെമ്പറുടെ ഇലക്ഷൻ. ഈ ഇലക്ഷന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും പാർട്ടി നോക്കി വോട്ട് ചെയ്യാൻ നിൽക്കരുത്. മെമ്പറിന്റെ വീട്ടിൽ വികസനം വരണോ അതോ നാടിന്റെ വികസനം വരണോ എന്നുള്ളത് മെമ്പറാണ് തീരുമാനിക്കുക, പാർട്ടിയല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അപ്പൊ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുക. ഒരുപാട് ഇലക്ഷനുകൾ പങ്കെടുത്തവരായിരിക്കും പലരും, വോട്ടുകൾ ഒരുപാട് ഇട്ടവരായിരിക്കും പലരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെ വന്നാൽ എന്തൊക്കെ നടക്കും, വാഗ്ദാനങ്ങൾ എന്തൊക്കെ പാലിക്കാൻ പറ്റുമെന്നൊക്കെ അറിയാം. സാധാരണ ജനങ്ങളിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ഒരാളെ ആയിരിക്കും ഉറപ്പായിട്ട്. നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പുള്ള ഒരാളെ മാത്രം തെരഞ്ഞെടുക്കാം പഞ്ചായത്ത് ഇലക്ഷനിൽ. 2, ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന ട്രെൻഡ് നാടിന്റെ വളർച്ചയ്ക്കായിട്ട് യുവത്വങ്ങളെ കൊണ്ടുവരിക, സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടി. ഇത്തവണത്തെ ഇലക്ഷന്റെ കാൻഡിഡേറ്റ്സിന്റെ പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ് യൂത്തിന്റെ കടന്നുവരവ്. പോസ്റ്റർ ഇറങ്ങിയതിനെ തുടർന്ന് പിറ്റേ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ്. ചില പേജുകളിൽ എന്റെ അപ്പുറത്തെ പഞ്ചായത്തിലെ ചേച്ചിമാരുടെ പോസ്റ്റർ, ഇപ്പുറത്തെ പഞ്ചായത്തിലെ ചേച്ചിമാരി പോസ്റ്റർ, പക്ഷേ എന്റെ പഞ്ചായത്തിൽ മാത്രം വയസ്സായവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. മീൻസ് ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ്. എന്ത് മെസ്സേജ് ആണ് പുറത്തോട്ട് വിടുന്നത്? നിങ്ങളുടെ നാട്ടിൽ പ്രായം കുറഞ്ഞവരെല്ലാം മത്സരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പങ്കാളിത്തം കുറവാണ് എന്നതാണ് അർത്ഥം. ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടതാണ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 2-3 പിള്ളേർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചേച്ചി സൂപ്പർ, ആ ചേച്ചിക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കത്തുള്ളൂ, അതാ ഇതാണ്. അടിസ്ഥാനത്തിൽ മിക്കവാറും പല പാർട്ടികളും ഇവർ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിള്ളേരെ ഇറക്കിയല്ലോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഉണ്ടാവും. യൂത്തിന്റെ പാർട്ടിസിപ്പേഷൻ ഇത്തവണത്തെ ഇലക്ഷനിൽ കൂടുതലാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഇറക്കിയതെങ്കിൽ ബെറ്റർ. ഇഷ്ടംപോലെ ചേട്ടന്മാർ മത്സരിക്കുന്നുണ്ട്, ഇതൊന്നും വരുന്നില്ല. ചേച്ചിമാർ ഒരു 5-6 ചേച്ചിമാർ ഇരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇടുക. ഇലക്ഷനൊക്കെ നാട്ടിലുള്ള പിള്ളേർ അപ്രോച്ച് ചെയ്ത രീതി ചെയ്താ പിന്നെ എങ്ങനെ നല്ല വികസനം ഉണ്ടാവും, എങ്ങനെ നല്ല കാൻഡിഡേറ്റ്സ് വിജയിക്കും? ചിന്തിച്ച് വോട്ടിക്കുക എല്ലാവരും. നിങ്ങളുടെ നാട് ഇന്ന് വികസിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു കാരണമാണ് അവിടെ മാറ്റങ്ങൾ വരാത്തത്.